നമുക്ക് ദീപാവലിയായിട്ടൊരു പലഹാരം ഉണ്ടാക്കാം. അതിൻ്റെ പേര് ബാദുഷ എന്നാണ്. ആ പലഹാരം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാനിവിടെ കാണിക്കാം. അതിന് വേണ്ടുന്നത് മൈദ മാവ് ഒരു 1/4 കിലോ പോലെ എടുത്തിട്ടുണ്ട്, കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്, കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട്, പാല് ആവശ്യത്തിന് കുഴക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അതിന് കുഴക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ തൈര് ഒഴിച്ചിട്ടാണ് കുഴക്കുന്നത്. തൈരും നെയ്യും വേണം, ഉപ്പ് വേണം കുറച്ച് ആവശ്യത്തിന്. അതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ചിട്ടുണ്ട്. തൈര് ഒരു 2 സ്പൂണ് പോലെയാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി കുറച്ച് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ച് നല്ല ഒന്ന് നമുക്ക് മിക്സിങ് ആക്കാം. അതിലേക്ക് ഒരു 1/2 സ്പൂണ് പോലെ പഞ്ചസാര ഇടുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു 1/4 സ്പൂണ് ബേക്കിംഗ് സോഡ, കുറച്ചൊരു പിഞ്ച് ഉപ്പ് അതിട്ടിട്ട് നമുക്കെല്ലാം കൂടിയിട്ടൊന്ന് മിക്സിങ് ആക്കിയതിന് ശേഷം നല്ല ആ പഞ്ചസാര ഒന്ന് നല്ല ഇതാകണം. പൊടിച്ചിട്ടിടുന്നതാണ് നല്ലത്. ഞാൻ പൊടിക്കാണ്ടിട്ട കാരണം നല്ല ഇതുപോലെ ആക്കിയിട്ട് കണ്ട ഇതുപോലെ ആക്കിയതിന് ശേഷം നമുക്ക് മൈദ അതിലേക്ക് ഇടാം. മൈദ ഇട്ട് നല്ല കുഴ, നല്ല ഒരു കൈക്ക് പിടിക്കുമ്പോൾ ഇങ്ങനെ കുഴ നല്ല ഇതാകണം. അത്ര വരെ നമുക്കത് എല്ലാം കൂടിയിട്ട് നല്ല കുഴച്ചെടുക്കാം. എന്നാലാണ് ബാദുഷ നന്നായിട്ടുണ്ടാവുക. ദീപാവലിക്ക് എല്ലാവരും പലഹാരം ഉണ്ടാക്കുന്നില്ലേ, ഞാനും അതേപോലെ ഉണ്ടാക്കാമെന്നും പറഞ്ഞിട്ട് ഉണ്ടാക്കുന്നതാണ്. അതിൽ ആവശ്യത്തിന് പാൽ ഒഴിച്ചിട്ട് കുഴക്കാം. നമുക്ക് ചെറുതായിട്ട് കുഴച്ചെടുത്താൽ മതി. അങ്ങനെ കുഴച്ചെടുത്തിട്ട് നല്ല ചെറിയ ചെറിയ ഉരുളകളാക്കി വെക്കണം. അത് കണ്ട കുഴക്കുന്നത് ഇതേപോലെ അധികം വെള്ളമാകാനൊന്നും പാടില്ല. പാലാവശ്യത്തിനായിട്ട് കുറച്ച് കട്ടി കൂടിക്കോട്ട്. അങ്ങനെ ഇതേപോലെ കുഴച്ച് ഒരു അരമണിക്കൂറോളം അത് നമുക്ക് ഒരു തുണി വെച്ചിട്ട് മൂടി വെക്കാം. അരമണിക്കൂറോളം വെച്ചത് കുഴ ഇതേമാതിരി ആകണം. കണ്ട ഒരു അരമണിക്കൂർ അങ്ങനെ നിൽക്കട്ടെ. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന പഞ്ചസാര പാവ് ഉണ്ടാക്കാം. ഇത് കണ്ട കുഴച്ച് അരമണിക്കൂർ കഴിഞ്ഞാൽ ഇപ്പം ഞാനത് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് അതിനൊരു ഹോൾസ് പോലെ ആക്കാം. അതിലേക്ക് ആ ഹോൾസ് എല്ലാതും ഇതേപോലെ ആക്കി ഇവിടെ വെക്കാം. ഞാൻ 1/4 കിലോ മൈദ മാവാണ് എടുത്തിട്ടുള്ളത്, മൈദപ്പൊടി. അതിന് ഒരു 300 പോലെ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിന് കുറച്ച് വെള്ളം ഒഴിക്കുക. അധികം വെള്ളം ഒഴിക്കാൻ പാടില്ല. ആ പഞ്ചസാര മുങ്ങുന്ന അളവിൽ വെള്ളം ഒഴിച്ചാൽ മതിയേ. വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ല തിളച്ച് കുറുകണം. നല്ല കുറുകിയതിന് ശേഷം നമുക്കൊരു 3 ഏലക്കായി അതിലേക്ക് ചതച്ചിട്ട് ഇടാം. പിന്നെ ഒരു ചെറുനാരങ്ങേൻ്റെ നീര് കുറച്ച്, കുങ്കുമപ്പൂവ് ഉണ്ടെങ്കിൽ അതും ചേർത്താൽ. അതില്ല എൻ്റെ അടുത്ത്, അത് കാരണം അത് ചേർത്തിയിട്ടില്ല. ഇനി എണ്ണ ചെറുതായിട്ട് ചൂടായി, നല്ല ചൂടാകാൻ പാടില്ല, ചെറിയ ചൂടാകാനേ പാടുള്ളൂ. അങ്ങനെ ചൂടായിട്ട് അതിൻ്റെ ഉള്ളെല്ലാം വേകാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഉള്ളു വേകാതെ മാതിരി ഉണ്ടാവും. ഉള്ളെല്ലാം വെന്ത് നല്ല ലെവലായിട്ട് ഇതെടുത്തു. ഇനി ഇതൊരു കുറച്ച് നേരം ആറിയതിന് ശേഷം നമുക്ക് ഈ പഞ്ചസാരപ്പാവിലേക്ക് അതെല്ലാം ഇടാം. അങ്ങനെ ഓരോ ഉരുളകളായിട്ട് നമുക്കതിലേക്ക് ഇട്ടതിന് ശേഷം ഈ പൊടിച്ച് വെച്ച പിസ്ത അതിലേക്ക് കുറച്ചായിട്ട് ഇടാം. നമുക്ക് ഇത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ഇടുക. ഇത് നിങ്ങളും ഉണ്ടാക്കി നോക്കൂ.